പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം ഒരു ദൈവഭക്തൻ്റെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന ദൈവമാണ്. സങ്കീർത്തനങ്ങൾ 20-4 വാക്യം, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിലൊക്കെ ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യനില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. ആമേൻ, സ്തോത്രം. എന്നാൽ തിന്മയായ ആഗ്രഹങ്ങളുമുണ്ട്, നന്മയായ ആഗ്രഹങ്ങളുമുണ്ട്. ദൈവത്തിൽ നിന്ന് വരുന്ന ആഗ്രഹമാണ് നന്മയായിട്ടുള്ള അനുഗ്രഹം, അതായത് ആഗ്രഹങ്ങൾ. തിന്മയായിട്ടുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉടലെടുക്കുന്നുവെങ്കിൽ അത് ലോകത്തിൽ നിന്നുള്ള ആഗ്രഹമാണ്. അതാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്ക് നിലനിൽക്കും. അപ്പോൾ തിന്മയായ ആഗ്രഹങ്ങളും നന്മയായ ആഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഭൂമിയിലായിരിക്കുമ്പോൾ നന്മയ്ക്കായുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ വരുന്നത് അത് ഉയരത്തിൽ നിന്നാണ്. സ്തോത്രം. ആ ഉയരത്തിൽ നിന്ന് ലഭിക്കണമെങ്കിൽ ഉയരത്തിലെ ഉടയവനായ യേശുവിൽ നമ്മൾ വിശ്വസിച്ച് ആ ദൈവത്തോട് നമ്മുടെ ആഗ്രഹങ്ങളെ സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ഭക്തന്റെ ഹൃദയത്തിലെ സകല ആഗ്രഹങ്ങളെയും സാധിപ്പിച്ചു നൽകും. പക്ഷെ തിന്മയായ ആഗ്രഹം എന്തുവാ? തിരുവചനത്തെ പഠിപ്പിക്കുന്നത് ഒരു ദൈവ പൈതൽ, അതായത് ദൈവത്തിൻ്റെ ജനം ദൈവത്തെ ആരാധിച്ചും ദൈവകൽപ്പനകൾ അനുസരിച്ചും ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു ഭക്തന് വേണ്ടി സർവശക്തനായ ദൈവം അവരെ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നതും ദൈവം ആഗ്രഹിക്കുന്നതും ഒരു ഭക്തന് വേണ്ടി സ്വർഗത്തിലെ ദൈവം ചെയ്തു തരുമെന്നാണ്. ഹല്ലേലൂയ. അപ്പോൾ തിന്മയായ ആഗ്രഹം എന്ന് പറയുന്നത് ലോകത്തെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ, ലോകം അതിൻ്റെ മോഹത്തെക്കുറിച്ചുള്ള ആഗ്രഹം. അപ്പോൾ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. ആ ഭക്തൻ ദൈവം ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്ന നാളുവരെ ആ ഭക്തന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സ്വർഗത്തിലെ ദൈവം പ്രസാദിക്കും, സ്വർഗത്തിലെ ദൈവം മാനിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഈ സങ്കീർത്തനം പാടിയിരിക്കുന്ന ദാവീദാണ് ഈ സങ്കീർത്തനം പാടിയിരിക്കുന്നത്. ഇതിൻ്റെ സന്ദർഭം, അതായത് ദാവീദ് ഈ പാട്ട് പാടാനുള്ള സന്ദർഭം എന്ന് പറയുന്നത് പണ്ഡിതന്മാർ പറയുന്നു, തൻ്റെ ജീവിതത്തിൽ അമോന്യരും, അതായത് സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, അമോന്യരും അരാമ്യരും, അതായത് അമോന്യരും അരാമ്യരുമായ ശത്രു തൻ്റെ പിന്നാലെ വരുമ്പോൾ താൻ അവരോടുകൂടെ, അതായത് അവരോട് യുദ്ധത്തിന് പുറപ്പെടാൻ തക്കവണ്ണം താൻ ക്രമീകരണങ്ങൾ ചെയ്യുമ്പോൾ, പുറപ്പെടാനുള്ള ഒരുക്കങ്ങൾ ചെയ്യുമ്പോൾ ആമേ തൻ്റെ ഭൃത്യന്മാർ പറയുന്നു, അല്ലയോ രാജാവേ, നീ യുദ്ധത്തിന് പോയി വിജയിച്ച് അനുഗ്രഹത്തോടെ കടന്നു വരട്ടെ. ആമേൻ അങ്ങനെ ആശംസിക്കുകയും അതുമാത്രമല്ല, നീ ഒരു ഭക്തനാണ്, നിന്റെ ഹൃദയത്തിൽ ആഗ്രഹം സ്വർഗത്തിലെ ദൈവം പ്രസാദിക്കട്ടെ, ആഗ്രഹം നിവർത്തിച്ചു തരട്ടെ, ഈ യുദ്ധത്തിൽ നീ അനുഗ്രഹമായിട്ട് യുദ്ധത്തിൽ വിജയിച്ചു മടങ്ങി വരട്ടെ എന്ന് തൻ്റെ ഭൃത്യന്മാർ ആശംസിക്കുന്നതോടൊപ്പം ആ സന്ദർഭത്തിൽ യുദ്ധത്തിന് പുറപ്പെടാൻ സമയത്ത് ദാവീദ് ദൈവത്തോട് പാടിയ പാട്ടാണ് ഈ സ്തോത്രം, ഈ സങ്കീർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കേട്ടതായ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരു ഭക്തന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവമാണ്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെ നിവർത്തിക്കട്ടെ. അപ്പോൾ നമ്മുടെ ആഗ്രഹം എന്തുവാ? ദൈവത്തിന് വേണ്ടിയുള്ള നല്ല കാര്യങ്ങൾ ആണ് നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹമെങ്കിൽ സർവശക്തനായ ദൈവം ആ ആഗ്രഹത്തെ നമുക്ക് നിവർത്തിച്ചു തരും. ആമേൻ. കേൾക്കുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന വാഗ്ദത്തങ്ങൾ, കേൾക്കുന്നത്
അത് നമ്മുടെ ഹൃദയത്തിൽ നന്മയ്ക്കായിട്ടുള്ള കാര്യമാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹങ്ങൾ പോലെ, ദൈവത്തിൻ്റെ നിയോഗം പോലെ സർവശക്തനായ ദൈവം അത് നിവർത്തിച്ചു തരും എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ആമേൻ. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നമ്മൾ ദൈവത്തോട് പറയാറുണ്ട്. ഹല്ലേലൂയ. തിരുവചനത്തിൽ ഹന്ന എന്ന ഒരു ദൈവമകൾ ദൈവത്തോട് തൻ്റെ ആഗ്രഹങ്ങൾ പറയുകയാണ്. കാരണം താൻ കുടുംബസ്ഥയായി കഴിഞ്ഞാൽ തനിക്കൊരു തലമുറ ആവശ്യമാണ്. അതും ദൈവത്തിൻ്റെ നിയോഗവും ദൈവത്തിൻ്റെ പ്ലാനിങ്ങും ദൈവവചനത്തിൻ്റെതായ കൽപ്പനയുമാണ്. ആമേ, കുടുംബസ്ഥരായി കഴിഞ്ഞ തലമുറകൾ ഞാൻ നിങ്ങൾക്ക് നൽകും, അനുഗ്രഹമായി സന്താനങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ, അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ. അപ്പോൾ ഈ ഹന്നയുടെ ജീവിതത്തിൽ തലമുറയാണ് അടുത്ത ജീവിതത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. പക്ഷെ തനിക്ക് തലമുറ ലഭിക്കുന്നില്ല. അത് തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം. അതുമാത്രമല്ല, അത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉള്ളതാണ് തനിക്ക് തലമുറ ലഭിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ആമേ, ഹന്ന തൻ്റെ വേദനകൾ, നിന്ദകൾ എല്ലാം ദൈവസന്നിധിയിൽ ചെന്ന് തൻ്റെ ഹൃദയം തുറന്ന് ദൈവത്തോട് സമർപ്പിച്ച് താൻ പ്രാർത്ഥിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹന്നയുടെ ജീവിതത്തിൻ്റെ ആഗ്രഹം ഒരു തലമുറ ദൈവനാമത്തിന് വേണ്ടി ഞാൻ ലഭിക്കുന്നത് ദൈവത്തിന് വേണ്ടി കൊടുക്കും. അവൾ നല്ല കാര്യങ്ങൾ, എനിക്കൊരു തലമുറ ആവശ്യമാണ്. അവളെ വേദന ദൈവസന്നിധിയിൽ ചെന്ന് അവൾ തുറന്ന് സംസാരിച്ച് സങ്കടം ബോധിപ്പിച്ചവൾ കരഞ്ഞ് ദൈവത്തോട് നേർന്ന് ഹന്ന പ്രാർത്ഥിക്കുകയാണ്. ഹന്നയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. സ്തോത്രം. അതാണ് ആമേൻ. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 17-ാമത്തെ വാക്യം പറയുന്നു, അതിന് ഏലി സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക, ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അവൾ ദൈവത്തോടുകൂടെ അവളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവസന്നിധി സമർപ്പിച്ചപ്പോൾ ദൈവം ആ വിഷയത്തിൽ മേൽ പ്രസാദിച്ച് അനുഗ്രഹമായി അവൾ ആഗ്രഹത്തെ സ്വർഗത്തിലെ ദൈവം നിവർത്തിച്ചു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ആമേ. റോമർക്കെഴുതിയ ലേഖനം 10-ന്റെ 1-ാം വാക്യം ഇങ്ങനെയാണ്, സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്നു തന്നെ എൻ്റെ ഹൃദയത്തിലെ വാഞ്ചയും അവർക്കു വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് രക്ഷയുടെ ഭാഗത്ത് കടന്നു വന്നിട്ടില്ലാത്ത, രക്ഷിക്കപ്പെടാത്ത, യേശുവിനെ സ്നേഹിച്ചിട്ടില്ലാത്ത, യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത ദൈവജനം യേശുവിനെ അറിയുകയും ദൈവത്തോടുകൂടെ അടുത്തു വരികയും നിത്യത കരസ്ഥമാക്കണം, അവർ രക്ഷിക്കപ്പെടണം, അവർ സ്നാനപ്പെടണം, ദൈവമക്കളായി തീരണമെന്നത്രേ ആമേൻ പൗലോസിന്റെ ആഗ്രഹം. സ്തോത്രം. അതായിരിക്കണം ദൈവഭക്തന്മാരുടെ, ദൈവമക്കളുടെ ഹൃദയത്തിലെ ആഗ്രഹം. നമ്മുടെ കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ടോ രക്ഷയുടെ ഭാഗത്ത് കടന്നു വന്നിട്ടില്ല. പക്ഷേ നമ്മൾ ഹൃദയത്തിൽ എന്തു ചെയ്യണം? അവരുടെ ഭൗതിക നന്മകളെക്കാൾ, അവരുടെ ഭൗതിക അനുഗ്രഹങ്ങളെക്കാൾ അവർ യേശുവിനെ അറിയുവാൻ നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹിച്ച് നമ്മൾ ആഗ്രഹം ദൈവത്തിൽ കൊടുത്താൽ സർവശക്തനായ ദൈവം ഒരു ഭക്തന്റെ ഹൃദയത്തിൽ ആഗ്രഹത്തെ, നല്ലതായ ആഗ്രഹങ്ങളെ സർവശക്തനായ ദൈവം നിവർത്തിച്ചു തരുന്ന ദൈവമാണ്. ആമേൻ. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഇവിടെ പൗലോസ് ആഗ്രഹിക്കുന്നത് യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്തവർ യേശുവിനെ അറിയണമെന്നുള്ള വാഞ്ച, യാചന, പ്രാർത്ഥന. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഭവനത്തിലോ ദേശത്തിലോ രക്ഷയുടെ ഭാഗത്ത് കടന്നു വന്നിട്ടില്ലാത്ത വ്യക്തികൾ യേശുവിനെ അറിയണമെന്നൊരു ഭക്തൻ ഹൃദയത്തിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും അത് വൈകിയാലും അതങ്ങനെ തന്നെ സംഭവിക്കും. ആമേൻ. ഹല്ലേലൂയ. ആമേ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിൽ ഞാൻ വായിച്ചുവല്ലോ, ആ പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ മേഖലയുടെ ആഗ്രഹം എന്ന് പറയുന്നത് അത് നല്ല ആഗ്രഹമാണ്. അത് സ്വർഗത്തിലെ ആഗ്രഹമാണ്. അത് ലോകത്തിൻ്റെ ആഗ്രഹമല്ല, ഭൗതിക ആഗ്രഹമല്ല. ആമേ. ലോകമോഹത്തിൻ്റെ ആഗ്രഹമല്ല. ഈ ജനം ഒന്നും നശിച്ചു പോകാതെ, ഇവരൊന്നും നരകത്തിൽ പോകാതെ, ഇവർ നിത്യതയിലെത്തണമെന്നത്രേ പൗലോസിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം.
ആമേൻ, സ്തോത്രം. സങ്കീർത്തനം 37:4 ഇങ്ങനെയാണ്: യഹോവയെ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്ക, അവനിൽ തന്നെ ആശ്രയിക്ക, അവൻ അത് നിർവഹിക്കും. ആമേൻ, സ്തോത്രം. അപ്പോൾ ഒരു ഭക്തന്റെ ഹൃദയത്തിലെ ആഗ്രഹം, ആമേൻ, എന്തുവാണ്? നല്ല കാര്യങ്ങളാണോ നീ ആഗ്രഹിക്കുന്നത്? ലോകത്തിൻ്റെത് മാത്രമാണെങ്കിൽ അത് ദൈവത്തിൻ്റെ പ്ലാനിങ്ങിനുള്ളത് മാത്രമേ ദൈവത്തിന് നിവർത്തിച്ചു തരാൻ കഴിയത്തുള്ളൂ. ഒരു ഭക്തന് വേണ്ടി എന്തൊക്കെ ഈ ഭൂമിയിൽ ആവശ്യമായിരിക്കുന്നോ അത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്തുള്ളതാണ്. അത് ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് അനുഭവിക്കാനുള്ളത് ദൈവം തക്ക സമയത്ത് നമുക്ക് നിവർത്തിച്ചു തരും. നമ്മൾ അതിൽ ആകുലപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ നമ്മുടെ ആവശ്യങ്ങൾ പറയുക. അതിൽമേൽ ഞെരുക്കമാണെങ്കിൽ ദൈവത്തോട് പറയുക, കർത്താവേ, നിന്റെ വാഗ്ദത്തമാണ്, നിന്റെ ഭക്തനായ എൻ്റെ ജീവിതത്തിൽ ഇന്ന മേഖലകൾ ഞാൻ സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട്, ഞെരുക്കം അനുഭവിക്കുന്നുകൊണ്ട് ആ മേഖലയിൽ കർത്താവ് ഒരു ദൈവപ്രവൃത്തി അയക്കണമേ. നമ്മൾ ദൈവത്തോട് പറയുമ്പോൾ സർവശക്തനായ ദൈവം ഭക്തൻ ആവശ്യമായത് അതത് സമയത്ത് നിവർത്തിച്ച് ആഗ്രഹങ്ങളെ ചെയ്തു തരുന്ന ദൈവമാണ്. സ്തോത്രം. അതോടൊപ്പം നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹങ്ങൾ, ആമേൻ, ലോകത്തിൻ്റെ മാത്രമല്ല ആയിരിക്കത്തില്ല. ആമേ, ലോകത്തിൻ്റെ കാര്യങ്ങളിൽ മാത്രം നമ്മൾ മുഴുകിപ്പോകാതെ ദൈവിക കാര്യങ്ങളിലും ദൈവത്തിൻ്റെ നിയോഗമുള്ള ആഗ്രഹപ്രകാരം നമ്മൾ സമർപ്പിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഭക്തന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ നിവർത്തിച്ചു തന്ന് മാനിക്കുന്ന ദൈവമാണ്. ഈ സങ്കീർത്തനത്തിൽ ദാവീദ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ താൻ ശത്രുവിനോട് പോരാടാൻ പോകുമ്പോൾ, ദൈവമേ, നിന്റെ ഭക്തനായ അടിയങ്ങൾ ഇതാ പോവുകയാണ്. എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം എന്തുവാ? ഇതിൽ വിജയം നൽകി ഞാൻ അനുഗ്രഹമായി, വിജയശ്രീയായി, വിജയാളിയായി മടങ്ങി വരണം. അതിനുവേണ്ടി നീ എന്നെ സഹായിക്കണം. എൻ്റെ കഴിവ് കൊണ്ട് എനിക്ക് കഴിയത്തില്ല. അത് ദാവീദിന് വ്യക്തമായിട്ട് അറിയാവുന്നുള്ള കാര്യമാണ്. ഒരിക്കലും മനുഷ്യൻ്റെ കഴിവ് കൊണ്ടോ ശക്തി കൊണ്ടോ ബലം കൊണ്ടോ ഒരിക്കലും ജയിക്കാൻ സാധ്യമല്ലെന്ന് ദാവീദിന് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. കാരണം ഗോലിയാത്തിനെ തകർക്കുവാൻ ഒരു മനുഷ്യ ശക്തി കൊണ്ടല്ല ദാവീദ് പോകുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ അത്രേ ദാവീദ് കടന്നു പോകുന്നത്. ആമേൻ. അതുപോലെ ഈ യുദ്ധത്തിനും താൻ കടന്നു പോകുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, നിന്റെ ആഗ്രഹം പ്രകാരം ഞാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവേ, ദൈവമേ, അങ്ങ് തന്നെ എനിക്കൊരു വിജയം നൽകണമേ. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൽ ഒരു പരാജയമാണോ? നീ ദൈവത്തോട് പറ. നീ ഒരു ദൈവ പൈതലായിരിക്കുമ്പോൾ, കർത്താവെ, ഞാൻ അനുഭവിക്കേണ്ട മേഖലകൾ, പരാജയങ്ങൾ ചില സമയങ്ങൾ അനുഭവിക്കുന്നു. ജീവിതത്തിലെ കുറവാണെങ്കിൽ ക്ഷമിക്കണം. പരിശുദ്ധാത്മാവെ, എന്നെ ബലപ്പെടുത്തണം. ആ പരാജയങ്ങളുടെ മേൽ ഒരു വിജയം കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ ഞാൻ നിന്റെ കരങ്ങൾ തരുകയാണ്. സ്വർഗത്തിലെ ദൈവമേ, അങ്ങ് മാനിക്കുവാൻ ശക്തനാണ്. ഞാനത് വിശ്വസിക്കുന്നു. യഹോവയെ തന്നെ രസിച്ചു കൊള്ളുക. ആ ദൈവവചനത്തെ ഞാൻ വായിച്ചുവല്ലോ. ഹല്ലേലൂയ. യഹോവയെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? രസിക്കണം. യഹോവയിൽ രസിക്കുന്ന ഒരു ദൈവപൈതൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ കഴിയും. യഹോവയിൽ തന്നെ ആശ്രയിക്കണം. യഹോവയെ തന്നെ രസിച്ചു കൊള്ളുക. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. അപ്പോൾ യഹോവയെ രസിക്കുക, യഹോവയോട് ചേർന്നിരിക്കുക, ദൈവത്തോട് ചേർന്നിരിക്കുക, പരിശുദ്ധാത്മാവോട് ചേർന്നിരിക്കുക. അപ്പോൾ ഒരു ദൈവപൈതന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സ്വർഗത്തിലെ ദൈവം നിവർത്തിച്ചു തരും. ഒരിക്കൽ വളരെ ദൂരങ്ങളിൽ, ആമേൻ, വേറൊരു രാജ്യത്ത് നിന്ന് ഒരു സഹോദരിയും കുഞ്ഞും, 2 കുഞ്ഞുങ്ങൾ, ഒരു കുഞ്ഞ് നടക്കുന്ന പ്രായമായി, ഒരു കുഞ്ഞ് കൈക്കുഞ്ഞാണ്. പെട്ടെന്ന് എമർജൻസി ആയിട്ട് ആ സഹോദരിക്ക് നാട്ടിൽ വരേണ്ടതുണ്ട്. എന്നാൽ ഒരു ദൈവഭക്തനോട് വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചിട്ട് ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ദൂതന്മാർ സഹായമായി കൂടെ നിന്നോടുകൂടെ സഞ്ചരിക്കുമെന്ന ദൂത് കേട്ടു. ആ ദൂത് കേട്ട് ആ സഹോദരി ആ സമയത്ത് ദൈവത്തോട് ഇങ്ങനെയാണ് പറഞ്ഞത്, ദൈവമേ, ഈ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ വേറൊരു രാജ്യത്തു നിന്നും ഇന്ത്യയിലേക്ക് ഫ്ലൈറ്റ് കയറി, വിമാനം കയറി ഞാൻ വരികയാണ്. ലഗേജ് ഉണ്ട്. സ്തോത്രം. 2 കുഞ്ഞുങ്ങളെ കെയർ ചെയ്യണം. പരിശുദ്ധാത്മാവെ, ദൈവത്തിൻ്റെ ദൂതന്മാരെ എന്നോടുകൂടെ അയച്ച് എനിക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യണമേ. ഞാനത് വിശ്വസിക്കുന്നു. ഈ ആഗ്രഹത്തെ, എൻ്റെ ആവശ്യം ഇതാണ്. ഈ ആവശ്യത്തെ നിന്റെ കരങ്ങൾ ഞാൻ ഏൽപ്പിച്ചു. ഞാനൊരു ദൈവപൈതലാണ്. കർത്താവെ, എൻ്റെ ആഗ്രഹങ്ങൾ നിന്റെ കരത്തിൽ തരുന്നു. ഈ യാത്രയെ കണ്ടോ, ദാവീദ് പ്രാർത്ഥിക്കുന്നു, ഈ യുദ്ധത്തിന് പോകുന്ന യാത്രയെ വിജയകരമാക്കി എന്നെ മടക്കിക്കൊണ്ടുവരണം.
അതുപോലെ ഈ സഹോദരി പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഞാൻ ഈ രാജ്യത്ത് നിന്ന് ഫ്ലൈറ്റ് കയറി ഞാൻ ഇന്ത്യയിൽ എൻ്റെ നാട്ടിൽ പോവുകയാണ്, 2 കുഞ്ഞുങ്ങളെ കെയർ ചെയ്യണം, എനിക്ക് ഒറ്റയ്ക്ക് സാധ്യമല്ല, പരിശുദ്ധാത്മാവ് തന്നെ എന്നെ സഹായിക്കണം, ദൂതന്മാർ ഇറങ്ങി വന്ന് എന്നെ സഹായിക്കണം. ഹല്ലേലൂയ, ഞാൻ ഈ ആഗ്രഹത്തെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്, കർത്താവിൻ്റെ സഹായത്തെ ഞാൻ ചോദിക്കുന്നു. അങ്ങനെ ഈ സഹോദരി തൻ്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിച്ച യാത്ര ആരംഭിച്ചു. ആമേൻ. യാത്ര ആരംഭിച്ചു. താൻ അവിടുത്തെ എയർപോർട്ടിൽ കടന്നു വന്നു. ആമേൻ. അവിടെ വന്നിരിക്കുമ്പോൾ തന്നെ തൻ്റെ ഫ്ലൈറ്റ് വന്ന് നിൽക്കുന്ന ഗേറ്റ്, ഹല്ലേലൂയ, അവിടെ എത്തുന്നതിന് മുന്നമേ സ്തോത്രം, താൻ അവിടെ നിന്ന് യാത്ര ചെയ്ത് ഇന്ത്യയിൽ ഏത് എയർപോർട്ടിലാണോ ഇറങ്ങുന്നത് അവിടം വരെ ഇറങ്ങാനുള്ള ഒരു പെൺകുഞ്ഞിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ മകൾക്ക് തന്നോടുകൂടെ നൽകി. സ്തോത്രം. അവരടുത്തു വന്നിരുന്നു, സംസാരിച്ചു. ഈ മകൾ ഇന്ത്യയിൽ കേരളത്തിൽ ഏത് എയർപോർട്ടിലാണ് ഇറങ്ങുന്നത് അവിടെ വരെയും യാത്ര ചെയ്തു വരുന്ന ഒരു ചെറുപ്പക്കാരിയായ ഒരു യൗവനക്കാരി ആ മകളെ സഹായിക്കത്തക്കവണ്ണം ആ സമയത്തും അവളെ ദൈവം അവിടെ ഒരുക്കി. സ്തോത്രം. ആ യാത്രയിൽ ഏതൊരു ക്ലേശവും ഉണ്ടായില്ല. കുഞ്ഞുങ്ങളെ മാറി മാറി എടുക്കുവാൻ ആ സഹോദരി, ആ പെൺകുഞ്ഞ് ഹെൽപ്പ് ചെയ്തു. തൻ്റെ അടുത്ത രണ്ട് എയർപോർട്ടിൽ ഇറങ്ങിയാണ് യാത്ര ചെയ്യേണ്ടത്. അവിടെയെല്ലാം ഈ മകൾ കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം. ഈ സഹോദരി അത്ഭുതപ്പെട്ടു പോയി. ആമേൻ. ഈ സഹോദരി പറഞ്ഞു, ദൈവമേ, ദൈവപുരുഷന്മാരായ ദൂതന്മാർ മമ്രയുടെ തോപ്പിൽ ഇറങ്ങിയതുപോലെ ഇതൊരു ദൈവത്തിൻ്റെ ദൂതനാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദൂതൻ ഈ മകളിലൂടെ എന്നെ സഹായിപ്പാൻ, എൻ്റെ യാത്രയെ വിജയകരമാക്കി തീർക്കുവാൻ, എൻ്റെ കുഞ്ഞുങ്ങളെയും കൂടെ ഹെൽപ്പ് ചെയ്യുവാൻ, ആമേൻ, യാത്രയിൽ ഒരു ക്ലേശം വരാതെ വണ്ണം സഹായിപ്പാൻ ദൂതനെ പോലെ ഈ പെൺകുഞ്ഞിനെ അയച്ചതിനാ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവൾ ആമേൻ കേരളത്തിൽ ഏത് എയർപോർട്ടിൽ വന്നിറങ്ങുന്നു അവിടം വരെയും ആ പെൺകുട്ടി കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവമാണ്. നിന്റെ ഏത് യാത്രകളാകട്ടെ, ശുശ്രൂഷകളാകട്ടെ, നിന്റെ കുഞ്ഞ് പഠിക്കാൻ ഒരിടത്ത് ദൂരെ കടന്നു പോകുന്നു, ദൈവകരങ്ങൾ ആഗ്രഹങ്ങൾ ഏൽപ്പിച്ച ദൈവമേ, എൻ്റെ കുഞ്ഞിൻ്റെ യാത്രയിൽ, എൻ്റെ കുഞ്ഞിൻ്റെ പഠനത്തിൽ, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിൽ, ആമേൻ, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഭക്തൻ ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ ദൈവകരങ്ങൾ കൊടുത്ത് സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ആ യാത്ര പുറപ്പെട്ട് സർവശക്തനായ ദൈവം ആ യാത്രകളിൽ നിന്റെ തലമുറയുടെ ജീവിതത്തെ, നിങ്ങളുടെ ഏതും ചെറുതും വലുതുമായ ഏതൊരു വിഷയത്തെ വിജയകരമാക്കി തീർക്കും. ഒരു ഭക്തന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഭാരപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ല. ദൈവമേ, എനിക്ക് ആഗ്രഹങ്ങളുണ്ട്, ദൈവസന്നെ ഏൽപ്പിക്കുന്നു, പക്ഷെ നിവർത്തിക്കപ്പെടുന്നില്ല, അത് വെളിപ്പെടുന്നില്ല. നീ നിരാശപ്പെടേണ്ട. പ്രാർത്ഥിക്ക്, ദൈവത്തോട് പ്രാർത്ഥിക്ക്, മുട്ടിക്കൊണ്ടിരിക്കുക. മറുപടി കിട്ടുന്നവരെ ഭക്തൻ ദൈവസന്നെ മുട്ടിക്കൊണ്ടിരിക്കുക. മടുത്തു പോകേണ്ട. സർവശക്തനായ ദൈവം നിന്റെ ആഗ്രഹങ്ങളെ ഒരു ദിവസം സഫലമാക്കി നിവർത്തിച്ചു തരുന്ന ദൈവമാണ്. ആമേൻ. കർത്താവിൽ ആശ്രയിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, കർത്താവിൽ ആശ്രയിക്കുക, മനുഷ്യരിൽ ആശ്രയിക്കേണ്ട. ഹല്ലേലൂയ. ദൈവത്തിൽ നീ ആശ്രയിക്കുക. നിന്റെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്ന ദൈവമാണ്. നിരാശപ്പെടേണ്ട. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, നിമിഷത്തിനായി നന്ദി പറയുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം. ഇവരെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കണം. ഇവരെ കുടുംബത്തിൻ്റെ ആഗ്രഹങ്ങൾ, സാമ്പത്തിക വിഷയത്തിൻ്റെ ആഗ്രഹങ്ങൾ, തലമുറകളെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ, എന്തൊക്കെയാണ് ജോലിയുടെ ആഗ്രഹങ്ങൾ, ഒരു ദൈവഭക്തനായ ദൈവമക്കൾ ആഗ്രഹിക്കുന്ന സകലത്തെ നിവർത്തിക്കുന്ന ദൈവമേ, ഇവരെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കണം. ഡിലേ ആയി കിടക്കുന്ന എല്ലാ വിഷയങ്ങളും വെളിപ്പെട്ടു വരട്ടെ. ഇവരനുഗ്രഹിക്കപ്പെടട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.